എണ്ണ ഒന്നും ഞാൻ പരട്ടിയിട്ടില്ല. വെണ്ണ വേണമെങ്കിൽ പറ്റി കൊടുക്കുക. ഞാൻ ഈ കഞ്ഞിവെള്ളം വെച്ചുള്ള ദോശയാണ് ഇന്ന് റെഡിയാക്കാൻ പോണേ കേട്ടോ. അതിന് ഞാനിവിടെ 1.5 കപ്പ് കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കണം കേട്ടോ. ഞാനിത് ഇവിടെ റേഷനരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കണത്. മട്ടരി ആയാലും എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിലേക്ക് 1.5 കപ്പ് പച്ചരി ഇടുന്നത് വെള്ളത്തിലേക്ക്. 1.5. ഇത് ഞാൻ ഈ അമൂൽ മിഠായി മിൽറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ അളന്നെടുത്തേക്കണേ കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉലുവ അടയണം. ഉലുവ നിങ്ങൾക്ക് ഇതനുസരിച്ചിടാം. ഞാനൊരു ഇത്രയും ഉലുവ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കഞ്ഞിവെള്ളം കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാൻ. ഞാനൊരു 4 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇത് 1.5 ഈ മിഠായി മാറ്റ് കൊണ്ടുള്ള ഇതിലാണ് ഞാനിത് അളന്നെടുത്തേക്കണേ കേട്ടോ. ഞാനിത് ഉലുവ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കണ്ട. 4 ടേബിൾ സ്പൂൺ. ഒരു കയ്പൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണ ഈ ദോശ ഈ കഞ്ഞിവെള്ളം വെച്ചുള്ള ദോശയാണ് കണ്ടാ. വെച്ചിരിക്കുന്ന ഉഴുന്നും ഉലുവയും കൂടെ ഞാൻ ഈ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിലേക്ക് ഞാൻ കഞ്ഞിവെള്ളം, നല്ല കട്ടയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കട്ടിയിലുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ അരയ്ക്കാൻ പോണത്. വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാൻ അരയ്ക്കാൻ പോകുന്നു. ഞാൻ ഉഴുന്ന് മാവിലേക്ക് കഞ്ഞിവെള്ളവും കുറച്ച് പച്ചരിയും കൂടെ ഉഴുന്നും കൂടെ കൂട്ടിയുള്ള ഇത് ഒഴിച്ചു. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ ബാറ്റർ നന്നായിട്ട് ഇളക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൊരു കുറച്ച് ഉണ്ടാക്കാൻ അറിയാലോ ദോശ ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ വേണം ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ദോശയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകണം. കഞ്ഞിവെള്ളം കൊണ്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കാം. മാവ് ഇവിടെ ഇതാക്കി പൊന്തി നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ട. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഈ മാവ് ഒഴിക്കാൻ പോവേണ്ട. എണ്ണ ഒന്നും ഞാൻ പരട്ടിയിട്ടില്ല. വെണ്ണ വേണമെങ്കിൽ പറ്റി കൊടുക്കുക. ഉള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ക്രിസ്പി ദോശയാണ്. ഇത് മസാല ദോശ പോലെ ഉണ്ട്. ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാട്ടോ. നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.